അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കിളിക്കൂട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കാടമുട്ടയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കുറച്ച് സേമിയവും മാത്രം മതി നമുക്കിതിന്. ബാക്കി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പാൻ വെച്ചെടുക്കുക. അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഓയിൽ ഒഴിക്കാം. ആ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. അതായത് ഞാൻ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 സവാള നമുക്കിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത്. കാരണം നമുക്ക് എരിവ് അധികം ആവശ്യമില്ല, അതുകൊണ്ടാണ് ഒരു പച്ചമുളക് എടുത്തത്. അതുപോലെ തന്നെ ഒരു പകുതി തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്. കാരണം തക്കാളി അധികമായി കഴിഞ്ഞാൽ ഓവറായിട്ട് മധുരിച്ച് പോകും. ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരണവരെ നമുക്ക് ഇതുപോലെ തന്നെ ഇളകിക്കൊണ്ടിരിക്കുക. വഴണ്ട് വന്ന സവാളയിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ലേശം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതൊന്ന് പയ്യെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ നമുക്ക് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഒരു 10 കാടമുട്ട ഇട്ട് കൊടുക്കുന്നതാണ്. അതായത് 10 കാടമുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി പണി നോക്കാം. ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഈ സെയിം ഗ്രേവി തന്നെ നമ്മൾ ഒന്നുകൂടി ഉണ്ടാക്കിയെടുക്കണം. കാരണം ഉരുളക്കിഴങ്ങ് മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയേക്കണ നമ്മുടെ കിളിക്കൂടിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് അടുത്തത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഗ്രേവി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെക്കാം. അതിനുശേഷം വീണ്ടും ഞാൻ അതുപോലെ തന്നെ 2 സവാള എടുത്ത് ഉപ്പിട്ടു. അതിനുശേഷം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ നേരത്തെ ചെയ്ത പോലെ തന്നെ മുളക് പൊടി, അതുപോലെ തന്നെ മസാലപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയെടുത്ത് ഈ നന്നായിട്ട് ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് അതിനകത്തേക്ക് ഒഴിച്ചു. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മുട്ട നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഒരു 3 ഉരുളക്കിഴങ്ങാണ് ഞാൻ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ പുഴുങ്ങി ഉടച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഉടച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കപ്പ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ ഇത് നല്ലപോലെ നല്ല മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും സവാളയും അതുപോലെ തന്നെ മുട്ടയും നല്ലപോലെ മിക്സായി. ഇനി നമുക്ക് ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ നേരെ കിളിക്കൂട് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ചൂടൊക്കെ അറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കൈവെള്ളയിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തുക. ഒരു പിടിയോളം നമുക്ക് എടുത്താൽ മതി. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം നമ്മുടെ മുട്ട റോസ്റ്റ് എടുത്ത് ഇന്നത്തേക്ക് സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു കാടമുട്ടയും കുറച്ച് ഗ്രേവിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാടമുട്ടയും കുറച്ച് ഗ്രേവിയും സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുക. അധികം ഗ്രേവി വെക്കേണ്ട ആവശ്യമില്ല. കാരണം അധികം ഗ്രേവി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് പൊതിയുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാകും. കാരണം പൊതിയാൻ പറ്റില്ല. കാരണം ഈ ഗ്രേവി ഭയങ്കര ലൂസായതിൻ്റെ പേരിൽ
നമുക്കിത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞ് കൊടുക്കുക. അടിയിൽ നിന്ന് ഇങ്ങനെ പയ്യെ ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിയിലുള്ള ഉരുളക്കിഴങ്ങ് പുറത്തേക്ക് കയറി വരും. അപ്പോൾ ജസ്റ്റ് ഒരു ബോൾ രൂപത്തിൽ നമുക്ക് ആക്കാം. അതിനുശേഷം നമുക്കിത് ഒരു ഓവൽ ഷേപ്പ് ആക്കണം. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ തന്നെ ഒന്ന് ബോൾ രൂപത്തിലാക്കുക. അതുപോലെ തന്നെ കയ്യിൽ ഇത്തിരി എണ്ണ പുരട്ടുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഉരുളക്കിഴങ്ങിൻ്റെ ആ മസാല ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയ്യിലൊരു ഇത്തിരി എണ്ണ തടവിയാൽ നല്ലതായിരിക്കും. എന്നിട്ട് നമുക്ക് ഇനി ഒരു ബോൾ ഷേപ്പ് കഴിഞ്ഞാൽ നമുക്കിതൊരു ബ്രെഡ് പൊടിയിലേക്ക് മുക്കിയെടുക്കാം. ഇപ്പോൾ ബ്രെഡ് പൊടി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഒരു പാക്കറ്റ് ബ്രെഡ് മേടിക്കുക, അത് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ആ ബ്രെഡ് പൊടി നമുക്ക് നേരെ മുക്കുക. ഇതേപോലെ നന്നായിട്ട് ഒന്ന് മൊത്തത്തിൽ ഒന്ന് ബ്രെഡ് പൊടി മുക്കിയെടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിലുള്ള ഷേപ്പാക്കി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആക്കുന്നത് ഓവൽ ഷേപ്പാണ്. കാരണം ഓവൽ ഷേപ്പ് ആണെങ്കിലാണ് സേമിയം മുക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടിരിക്കുകയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ബോൾ ഷേപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ സേമിയം മുക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല. അതുപോലെ നമുക്ക് പൊരിക്കാനാണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. ഓവൽ ഷേപ്പ് ആകുമ്പോൾ നമുക്ക് ഇതിലൂടെ സിമ്പിളാണ്, കാണാനും ഭംഗിയാണ്. ഇതേപോലെ ഓവൽ ഷേപ്പ് ആക്കിയതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഈ നോമ്പ് തുറ സമയത്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയാണ് ഈ കിളിക്കൂട്. ഒരു വ്യത്യസ്തമായ രീതിയാണ്. ഇപ്പോൾ പിള്ളേർക്കാണെങ്കിൽ പോലും അവർക്ക് വളരെ ഇഷ്ടപ്പെടും. കാരണം കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷനാണല്ലോ. അതുമല്ല ഇത് പറഞ്ഞ കാടമുട്ടയൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ലൊരു സ്നാക്സ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ നമ്മുടെ കിളിക്കൂടും റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കുക. അപ്പോൾ പൊതിയുമ്പോൾ മാത്രം ഒരിത്തിരി ബുദ്ധിമുട്ടുള്ളൂ. കാരണം മസാല പുറത്തേക്ക് വരാത്ത രീതിയിൽ നമുക്ക് പൊതിഞ്ഞെടുക്കണം. പൊതിഞ്ഞ് കറക്റ്റായിട്ട് നമ്മൾ സിമ്പിളാണ്. ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അതിൻ്റെ ഐഡിയ കിട്ടും. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞെടുത്തിട്ട് നമുക്ക് വീണ്ടും അതുപോലെ തന്നെ ബ്രെഡ് പൊടിയിൽ മുക്കി നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് ഒരു ലെയർ ടൈപ്പ് പലഹാരം ആയത് കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ആദ്യം കടിക്കുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര ക്രിസ്പിനെസ്, അതിനുശേഷം ഒരു എരിവ്, അതിനുശേഷം നമ്മുടെ അതിൻ്റെ ഉള്ളിലുള്ള മുട്ടയുടെ റോസ്റ്റ്, കാടമുട്ടയുടെ റോസ്റ്റ്, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കാടമുട്ട. അപ്പോൾ ഇത് ലെയർ രീതിയിലുള്ള ഒരു സ്നാക്സ് തന്നെയാണിത്. പിന്നെ നമുക്കിനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ 10ാമത്തെയും ഞാൻ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിനി ഒരു മുട്ട പൊട്ടിച്ച് കലക്കണം. അപ്പോൾ നമ്മുടെ 10 എണ്ണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സേമിയ എടുക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ കനം കുറഞ്ഞ ടൈപ്പ് സേമിയ എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ പായസത്തിൽ ഉപയോഗിക്കുന്ന സേമിയം ഭയങ്കര വണ്ണമുള്ളതാണ്, അപ്പോൾ അതെടുക്കരുത്. അതുപോലെ തന്നെ ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ടയിലേക്ക് നമ്മുടെ ഓരോ കിളിക്കൂടും ഇങ്ങനെ അതുപോലെ മുക്കുക. എന്നിട്ട് നമ്മുടെ സേമിയത്തിലേക്ക് പൊതിയുക. അപ്പോൾ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് എല്ലായിടത്തും എത്താവുന്ന രീതിയിൽ ഒന്ന് പൊത്തി കൊടുക്കുക. അതുപോലെ തന്നെ മുട്ട മിക്സിയിലിട്ടടിച്ച് എടുക്കാതെ നമ്മുടെ ഒരു സ്പൂൺ വെച്ച് തന്നെ കലക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം മിക്സിയിലോ അല്ലെങ്കിൽ ബീറ്ററിലോ വെച്ച് കലക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ലൂസായി പോകും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മുക്കിയിട്ട് സേമിയം അതിനകത്ത് കറക്റ്റായിട്ട് ഇരിക്കില്ല. അപ്പോൾ ഒരു ചെറിയൊരു കട്ടിപ്പ് കിട്ടാൻ വേണ്ടിയാണ് മുട്ട നമുക്ക് സ്പൂൺ വെച്ച് തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ആദ്യം മുട്ടയിൽ മുക്കുക. മുട്ടയിൽ മുക്കിയതിന് ശേഷം എല്ലാ വശവും മുട്ട നനഞ്ഞെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ എടുത്ത് സേമിയത്തിലിടുക. സേമിയത്തിൽ വെച്ച് എല്ലായിടത്തും ഒന്ന് ഫില്ലാക്കുക. അപ്പോൾ ഈ കനം കുറഞ്ഞ സേമിയം എടുത്താലാണ് കാര്യമുള്ളൂ. ഈ കനം കൂടിയ സേമിയം എടുക്കാണ്ടിരിക്കുക. എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ നല്ലത് കനം കുറഞ്ഞ സേമിയമാണ്. കാരണം ഇതാകുമ്പോഴത്തേക്കും ഒന്ന് ഫ്രൈ എടുക്കുമ്പോഴത്തേക്കും തന്നെ നല്ലൊരു ക്രിസ്പിനെസ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ എല്ലാം ശരിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ സേമിയം ഞാൻ മുക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിക്കുമ്പോഴത്തേക്കും ആ നമ്മുടെ കിളിക്കൂട് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ അളവിൽ ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഇതേപോലെ കുഴിയുള്ള ഏതെങ്കിലും പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. പരന്നതാകുമ്പോഴത്തേക്കും കറക്റ്റ് ആവില്ല. കാരണം പരന്നതാകുമ്പോഴത്തേക്കും ഓയിൽ നമുക്ക് അത്ര ഒഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഓയിൽ ഒഴിച്ച് ഇനി ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ കിളിക്കൂട് ഓരോന്ന് വരുന്നതായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ പയ്യെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ചൂടായിട്ടുണ്ട്.
നമുക്ക് നമ്മുടെ കിളിക്കൂട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് പൊരിച്ചെടുക്കുക. അതുപോലെ തന്നെ ഓരോന്നും നമ്മൾ പൊരിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ വിട്ട് പോകുന്ന സേമിയ നമ്മളെടുത്ത് മാറ്റുക, അല്ലെങ്കിൽ കോരി മാറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ അവിടെ കിടന്ന് അത് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഇട്ട ഉടനെ തന്നെ അതായത് തീ പരമാവധി നമ്മൾ കൂട്ടി വെക്കുക. കൂട്ടി വെച്ചതിന് ശേഷം നല്ല പോലെ ചൂടായിരിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അപ്പം തന്നെ ഇട്ടതിന് ശേഷം ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. കാരണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. കാരണം സേമിയൊക്കെ ഒരുപാട് നമ്മൾ പുറത്തിട്ടതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് മറിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അടിഭാഗം ചിലപ്പോൾ വേവാണ്ട് വരും. ആ ചുറ്റിനും, അതായത് വെളിച്ചെണ്ണ ചുറ്റും നിൽക്കണം, ആ ചുറ്റിനും മൊരിഞ്ഞ് വരും. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഇതുപോലെ തന്നെ ഒരു ഊട്ടക്കയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് വെച്ചെടുത്തിട്ട് ഒന്ന് പൊക്കി വെച്ച് കൊടുത്താലും മതി. അപ്പോൾ അടിഭാഗവും ഒന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അധികം ബ്രൗണിഷ് ആവണ്ട. അധികം ബ്രൗണിഷ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സേമിയം കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കൊരു ചെറിയൊരു നമ്മുടെ ലൈറ്റ് ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും തന്നെ നമുക്കിത് കോരി മാറ്റാം. ഇതാണ് നമ്മുടെ പരുവം. ഇത് നമുക്ക് നേരെ കോരി മാറ്റാം. ഇതേപോലെ ബാക്കി നമുക്കുള്ളതെല്ലാം പൊരിച്ചെടുക്കാം. ഇതേപോലെ ഇതെല്ലാം കോരി മാറ്റുക. അതല്ലാന്നുണ്ടെങ്കിൽ കരിയാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കുക. നല്ല തിളച്ചിരിക്കുന്ന എണ്ണ ആയത് കാരണം നമുക്ക് അപ്പം തന്നെ മറിച്ചിടാൻ പറ്റും നമുക്ക്. കാരണം തീ സ്ലിം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കുക. നമുക്കിതൊരു അധികം നേരം ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല തിളച്ചിരിക്കുന്ന എണ്ണ ഇടുന്നുണ്ടെങ്കിൽ അധികം നേരം ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ നമുക്ക് തിരിച്ച് മറിച്ച് നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെയുള്ള വ്യത്യസ്തമായ പലഹാരങ്ങൾ ഞാൻ ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു പുതിയൊരു ചാനലാണ്. ഞാൻ കൂടുതലും യാത്രകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ലോക്ക്ഡൗണിൻ്റെ സമയമായതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ കുക്കിംഗ് ചാനലായി മാറിയത്. ഇതേപോലെ നമുക്ക് ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അവസാനത്തെ കിളിക്കൂടും കൂടി നമ്മൾ പൊരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ 10 കിളിക്കൂട് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ 10 കിളിക്കൂട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കിളിക്കൂട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്നാക്സ് തന്നെയാണ്. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്പിനെസ് ആദ്യം, അതിനുശേഷം ഒരു മസാല ഗ്രേവി, അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ മുട്ട റോസ്റ്റ്, അതുപോലെ തന്നെ മുട്ട. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.